ക്രിസ്ത്യൻ ജീവിതത്തില് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ആവശ്യമായ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മ ദൈവം നൽകി തരുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ നമ്മുടെ ജീവിതത്തെ പ്രയോജനമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തിൽ മഹത്വം ധരിക്കുന്നു. നമ്മൾ കൊലോസ്യ ലേഖനം ചിന്തിച്ച് അതിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ അതിന്റെ 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ഒരു ദൈവിക സന്ദേശമായിട്ട് അതിനെ ഉൾക്കൊള്ളുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും വന്ദനവും അതുപോലെ തന്നെ സഹപ്രവർത്തകരെ കുറിച്ചുള്ള തന്റെ സാക്ഷ്യം താൻ അവരെ കമന്റ് ചെയ്യുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അത് വളരെ നമ്മള് വായിച്ച് ഇങ്ങനെ പോകുന്ന വേദഭാഗങ്ങളാണെങ്കിൽ തന്നെ അതിനകത്തും ദൈവിക ഉദ്ദേശങ്ങൾ എത്രമാത്രം ആഴത്തിലുണ്ട് എന്ന് ഗ്രഹിപ്പാൻ ഈ ലേഖന പഠനത്തിന്റെ കൊളോസ്യ ലേഖന പഠനത്തിന്റെ അവസാന ഭാഗങ്ങളിലും നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ലേഖനം ആരംഭിച്ചപ്പോൾ ഉണ്ടായ അതേ പ്രാധാന്യത്തോടെയാണ് നമ്മൾ ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിലും വന്നു നിൽക്കുന്നത്. നമ്മളിത് വല്ല വിധേനയും ഓടിച്ച് പഠിച്ച് അല്ലെങ്കിൽ മടുത്തവരായി ക്ഷീണിച്ചവരായി എങ്ങനെയിരിക്കും എന്ന് അവസാനിപ്പിച്ച ശേഷം മതി എന്നുള്ള അവസ്ഥയിലല്ല നമ്മളായിരിക്കുന്നത്. തുടക്കത്തിൽ ദൈവത്തിന്റെ വലിയ പദ്ധതികളെ നമ്മൾ പങ്കുവെച്ച് ചിന്തിച്ചുവെങ്കിൽ കൊലോസ്യനെ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനയോടെ അപ്പോസ്തലനായ പൗലോസ് സഭയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ അറിഞ്ഞതും അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ പറഞ്ഞ് ആരംഭിച്ച കൊലോസ്യ ലേഖനം ഒടുവിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ അവരോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ഓരോ വ്യക്തികൾക്ക് തന്റെ ഹൃദയത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ട്, അവരൊക്കെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ, അവരുടെ ശുശ്രൂഷകളെ താൻ എത്രയധികം അഭിനന്ദിക്കുന്നു. അത് എത്രത്തോളം തനിക്ക് അനുഗ്രഹമാണ്, ആശ്വാസമാണെന്ന് വെളിപ്പെടുത്തുവാൻ ഈ വരികളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. നമ്മുടെയും ജീവിതത്തിൽ ആ ഒരു മാതൃക പിൻപറ്റുവാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് അനേകരുടെ പ്രാർത്ഥനയും സഹായവും കരുതലും ഒക്കെയാണ് നമ്മൾ ഓരോ മേഖലകളിൽ നിൽക്കുന്നതും പ്രയോജനപ്പെടുന്നതും നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകുന്നു. ഇതൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കർത്താവ് അങ്ങനെയാണ് സഭയെ ക്രമീകരിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ശുശ്രൂഷകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരൊറ്റയാനായി നമുക്ക് അത് കടന്നു പോകാൻ കഴിയത്തില്ല. നമ്മളെ ഒരു ക്രിസ്തു ശിരസ്സായിക്കൊണ്ട് ആ ശരീരമാകുന്ന സഭയിൽ ഓരോ അവയവങ്ങളായി കൂട്ടി സംയോജിപ്പിച്ച് നിർത്തുമ്പോൾ അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. കൂട്ടായ പരസ്പരം സഹായിച്ചു, കരുതിയും പ്രാർത്ഥിച്ചു, ആത്മീയവർദ്ധന വരുത്തിയും ധൈര്യപ്പെടുത്തിയും നിർദ്ദേശങ്ങളെ കൊടുത്തും മറ്റുള്ളവരെ കമന്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അവരെയൊക്കെ സാക്ഷ്യപ്പെടുത്തേണ്ട സ്ഥാനത്ത് അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജീവിത ശൈലിയാണ് സഭ അവലംബിക്കേണ്ടത്. അതാണ് സഭയ്ക്ക് ഏറ്റവും മാതൃകാപരമായതും അതാണ് ഏറ്റവും ദൈവസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായ കാര്യമെന്ന് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൺക്ലൂഡിങ് മെസ്സേജിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെയും ആ ദൈവവചനത്തിന്റെ ശക്തി, ദൈവികമായ ഉദ്ദേശങ്ങൾ വ്യക്തികളോടുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും എല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്ന, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ ആ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ആ നമ്മളിലുള്ള സഹവാസം, പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പ് നമുക്ക് ഇപ്പോഴും ഈ നിമിഷത്തിൽ അത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നുള്ളത് വളരെയധികം നന്ദി അർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും എൻ്റെ ഉള്ളത്തിൽ ആ നന്ദിയോടുകൂടെയാണ് ദൈവത്തിലായിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ ലേഖന പഠനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭയം ഉള്ളിലോട്ട് വരും. ഇതെങ്ങനെ ഈ കാര്യങ്ങളെ പറഞ്ഞ് ഇതെങ്ങനെയാണ് നമുക്ക് ചില സമയത്ത് വളരെയധികം മനസ്സ് ഭാരപ്പെടുന്ന സമയങ്ങളുണ്ട്. ഇടയ്ക്ക് കൊലോസ്യ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇടയ്ക്ക് ഒന്ന് രണ്ടല്ല കുറെ ആഴ്ചകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ലോത്തിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അങ്ങനെ ഈ തലമുറയിൽ എങ്ങനെയാണ് അബ്രഹാം മാതൃക പിൻപറ്റേണ്ടത്, എന്താണ് ലോത്തിന്റെ ഗുണങ്ങൾ, ലോത്തിന് എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഈ മലഞ്ഞുപോയ നീതിമാൻ എന്നൊക്കെ ഒത്തിരി ചിന്തിച്ച് നമ്മള് കൊലോസ്യലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആ പോർഷൻ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി ഒരു ദിവസം നമ്മള് നോഹയെ കുറിച്ച് സംസാരിപ്പാൻ അതിനെ യേശു പറഞ്ഞ ആ വചനം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യത്തിന്റെ വരവാകും എന്നുള്ളതും അതിന് പറഞ്ഞ ഉദാഹരണങ്ങളുമായ കാര്യങ്ങളെ ചിന്തിച്ചു പോയി. അങ്ങനെ നമ്മള് കൊലോസ്യലേഖനം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒത്തിരി ചില അധികം ആഴ്ചകൾ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ച് തിരിച്ച് കൊലോസ്യലേഖനത്തോട് മടങ്ങുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ
തിരിച്ച് കൊലോസ്യത്തിലോട്ട് വരുവാണല്ലോ. ഇനി എങ്ങനെയാണിത്? കാരണം ലേഖന പഠനങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കും, ഇത് എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അത് കോണ്ടെക്സ്റ്റിൽ തന്നെ നിൽക്കുകയും വേണം. നമുക്ക് അതിനെ മാറ്റി അതിനെ കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിക്കാനോ അല്ലെ നമുക്ക് വിശദമാക്കാൻ പറ്റും. പക്ഷെ ദൈവവചനം ലേഖനങ്ങൾ കണ്ട അതിൻ്റെതായ എന്താ പറയുക ഘനമുണ്ട്, അതിൻ്റെതായ നമുക്കതിനെ ദൈവം ഉദ്ദേശിക്കുന്നതിനപ്പുറമായി അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ലളിതമാവുകയോ അല്ലെങ്കിൽ അതിനെ നമ്മളുടെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ലേഖനത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വളരുകയാണ് വേണ്ടത്. അങ്ങനെയാണ്. അല്ലാതെ ലേഖനത്തെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് താഴ്ത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെയോ ലേഖന പഠനത്തിനായിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ് ഉയരണം, ഹയർ ആകുകയാണ്. അതുകൊണ്ട് ലേഖന പഠനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഇച്ചിരി കയ്പാണെങ്കിലും ഇച്ചിരി പ്രയാസമാണെങ്കിലും കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഒരു പുതിയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരികയാണ് ലേഖനം ചെയ്യുന്നത്. ഒരു നമ്മൾ കിടാത്ത ബീജത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മളെ ക്രിസ്തുയേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കമായ ആ കുഞ്ഞാന്റെ വലിയ രക്തം വീണ്ടെടുത്ത നമ്മളെ ശരിക്കും പ്രായോഗിക ജീവിതത്തില് മാറ്റുരയ്ക്കുന്ന, പ്രായോഗിക ജീവിതത്തിൽ യഥാർത്ഥ ജീവിത മേഖലകളിൽ ബാറ്റിൽ ഫീൽഡിൽ നമ്മളെ ജയാളികളാക്കാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതാണ് ലേഖനം. അതുകൊണ്ട് ലേഖന പഠനം അത്ര എളുപ്പമേ അല്ല എന്ന് ഏത് ലേഖനം പഠിപ്പിക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ അത് അല്പം പ്രയാസകരമായിട്ടൊക്കെ നമുക്ക് തോന്നിയാലും അതാണെങ്കിൽ നമ്മള് ഭൗതിക വിഷയത്തിന് നമ്മൾ തളർന്നിരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു മറുപടി പോലും ചിലപ്പോൾ കിട്ടത്തില്ല. നമ്മൾ പലതും ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും ദൈവസന്നിധി വരുന്നത്. പക്ഷെ അവിടെ ഒന്നും ടച്ച് ചെയ്യാതെ, അതായത് നമുക്കറിയാമല്ലോ ഈ ഹയർ കോഴ്സുകൾ എടുക്കുന്നവര് ഏറ്റവും വലിയ ലക്ഷ്യത്തോടെ ഉയർന്ന കാര്യങ്ങള് പദ്ധതികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു എന്താണ് ഗവൺമെന്റിന്റെ ഉന്നത സ്ഥാനത്തും അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലകളിലും തൊഴിൽ മേഖലയിലൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്ന ഒത്തിരി കാര്യങ്ങളെ ത്യജിച്ചും ഒക്കെയാണ് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. അല്ലെങ്കിൽ വലിയ സ്പോർട്സ് എന്താണ് അത്ലറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരുടെ അവിടെ അവരുടെ ഫാമിലിക്ക് അപ്പം പ്രാധാന്യം കാണത്തില്ല, അവരുടെ പേഴ്സണൽ ലൈഫിന് പോലും പ്രാധാന്യം കാണത്തില്ല. അവിടെ അവരുടെ കോച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. അവരുടെ വീട്ടിലപ്പം ചില പ്രശ്നങ്ങൾ കാണും, പക്ഷെ വീട്ടിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അവർ എന്തിനാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മല്ല് കെട്ടുന്ന പടയാളി, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു പടയാളിയെ കുറിച്ച് തിമോഥെയോസിനോട് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വീട്ടിലെ കാര്യമൊന്നും പേഴ്സണൽ പെയിനുകള് ആ സമയത്ത് ചിലപ്പം അത്ര അങ്ങോട്ട് ലക്ഷ്യം വെക്കത്തില്ല. അപ്പൊ നമുക്കൊരു വേദനയാണ്, ഒന്നും കർത്താവ് എന്റെ ആ പേഴ്സണൽ പെയിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഇപ്പോഴും പറയുന്നത് ഫലം കായ്ക്ക്, പ്രാർത്ഥന രീതി മാറ്റ്, അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്ത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് ആദ്യങ്ങൾ നമുക്ക് കയ്പായിട്ട് തോന്നും. പക്ഷെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു ഓട്ടക്കാരനറിയാം, അല്ലെങ്കിൽ ഒരു പടയാളിക്ക് അറിയാം, അല്പസമയത്തേക്ക് വീടിനെ മറന്നത് എന്ത് ഗുണമായി, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. അല്പസമയത്തേക്ക് വീട്ടിലെ കാരണം പട ചേർത്തവൻ വേണം അതെ പ്രസാദിപ്പിക്കേണ്ടത് പറഞ്ഞ പോലെ. അപ്പം അവർ അല്പനേരത്തേക്ക് ചില കാര്യങ്ങളൊക്കെ പുറകിലോട്ട് മാറ്റിവെച്ചത്, ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ആ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തത് എത്ര വലിയ കാര്യമാണ്. രാജ്യത്തിന് അഭിമാനിക്കാൻ അത് കാരണമായി. ഒരു ഓട്ടക്കാരൻ തന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അല്പസമയത്തേക്ക് മറന്ന് തന്റെ പേഴ്സണൽ പെയിൻ മറക്കുമ്പോൾ ഒരു രാജ്യത്തിന് അത് അഭിമാനമായി മാറുന്നു. ഒരു പടയാളി തന്റെ പേഴ്സണലായ പെയിൻ മറക്കുമ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്കായിട്ട് അത് കാരണമായി. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിന്റെ അതെ പോർക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ട അവന്റെ വിളിക്ക് അതെ പങ്കാളികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ അല്പം ഒന്ന് രണ്ടാമതാക്കിക്കൊണ്ട് നാം അവന്റെ വചനത്തിനും ആ ദൈവം സംസാരിക്കുന്ന ആലോചനയ്ക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ മുന്നോട്ട് യാത്ര ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതൊന്നും നഷ്ടമായി പോയില്ലല്ലോ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ കർത്താവ് അവിടെ ചെയ്തല്ലോ. പക്ഷെ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ. രാജ്യത്തിന്റെ വക്താക്കളാകുവാൻ, ക്രൈസ്റ്റിന്റെ അംബാസഡർ ആകുവാൻ, പ്രതിനിധികളാകുവാൻ, സ്ഥാനാപതികളാകുവാൻ ഒക്കെ കഴിഞ്ഞല്ലോ. ആ ഇമോഷണൽ ലൈഫിൽ നിന്ന് ആ സ്പിരിച്വൽ ലൈഫിലേക്ക് എന്നെ കൊണ്ടുവന്നല്ലോ. അതൊരു ട്രാൻസ്ഫോർമേഷനാ. നമ്മൾ ഈ സ്പിരിച്വൽ ആയപ്പോഴും ബോണഗൈൻ ആയപ്പോഴും അപ്പോഴും നമ്മൾ ഓവർ ഇമോഷണൽ ആയിരുന്നു. നമ്മൾ എപ്പോഴും ഇമോഷണലാ. ആ ഇമോഷണൽ ലെവലിൽ നിന്ന് നമ്മളെ സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മുടെ സ്പിരിച്വൽ മസിൽസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു വലിയ പരിശീലനം
ലേഖന പഠനത്തിലൂടെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് അറിയാം. അത് അല്പം പ്രയാസമായി തോന്നിയാലും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ യഥാർത്ഥ പോർക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ശത്രുവിനെ തന്ത്രങ്ങളെ എതിരിടേണ്ട സമയത്ത്, ജീവിത വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത്, അതിനെ കഴിഞ്ഞ നാളുകളിൽ കണ്ട ആ സമീപനം മാറ്റിയിട്ട് ദൈവിക വീക്ഷണത്തിൽ നമ്മുടെ ഇമോഷൻസിനെ പോലും നോക്കിക്കാണുവാൻ, നമ്മുടെ ഫാമിലിയെ നോക്കിക്കാണുവാൻ, നമ്മളുടെ പേഴ്സണൽ വേദനകളെ നോക്കിക്കാണുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന വലിയൊരു പരിശീലന കളരിയാണ് ലേഖന പഠനം എന്നുള്ളത്. ഇന്ന് രാത്രി പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് വേദനാജനകമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമ്മളെ വലിയ ദൈവിക പദ്ധതിയിലേക്ക്, ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ദൈവിക ഉപദേശങ്ങൾ അത് കർണരസമാകുമാറുള്ളതല്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി അല്ല. അത് പിന്നെ ദൈവം ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മളെ നയിക്കുന്ന ഒരു എന്താ പറയണ്ടേ, യഥാർത്ഥമായ ദൈവത്തിന്റെ നടത്തിപ്പിന്റെ വഴികളാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്തുണ്ടാകും, സമയത്തും അസമയത്തും ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളതായി തീരും. നമ്മുടെ പ്രാർത്ഥനാ ശൈലി ആ ഇമോഷണൽ ലെവലിൽ നിന്ന് മാറും, നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറുന്നു. നമ്മുടെ ഇമോഷൻസ് വന്നാലും ഇമോഷണലി ഡ്രിവൺ ആകാതെ, വികാരങ്ങളെ നിയന്ത്രിക്കപ്പെടാതെ, വികാരങ്ങളെ നിർത്തിക്കൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്ഥാനം കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ ദൈവവചന പഠനങ്ങളെല്ലാം. അതുകൊണ്ട് നമുക്ക് അത് അല്പം വേദനയോടെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ പെയിനെ ദൈവം ഫോക്കസ് ചെയ്യുന്നില്ലെന്ന് ആരും ഓർക്കരുത്. കാരണം നമ്മൾ എന്തിനെ രണ്ടാമതാക്കുന്നു, കർത്താവിനെ കർത്താവാണ് നമ്മൾ രണ്ടാമതാക്കിയ കാര്യത്തെ കർത്താവ് അവിടെ തന്റെ കണ്ണു വെച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ ജീവിത അനുഭവമാണ്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ കർത്താവിനെ രണ്ടാമതാക്കിയിട്ട് നമ്മുടെ ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒന്നാമതാക്കിയിട്ടുണ്ടോ, നമ്മളെയും ദുഃഖിപ്പിക്കും, ദൈവത്തെ ദുഃഖിപ്പിക്കും. എന്നാൽ നാം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ വേദനകൾക്ക് അതിനെ അല്പം സാരമില്ലെന്ന് എണ്ണുമ്പോൾ നമ്മൾ ദൈവത്തെ സന്തോഷിപ്പിക്കും, ദൈവം നമ്മളെ സന്തോഷിപ്പിക്കും. അത് നമ്മൾ രുചിച്ചറിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ചെയ്തപ്പോഴൊക്കെ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ശരിക്കും ഓർത്തു നോക്കിയാൽ നമ്മൾ പശ്ചാത്തപിക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചു ചെയ്ത് എപ്പോഴൊക്കെ എന്തിനേക്കാളധികം എല്ലാ സ്ഥാനങ്ങളും മാറ്റി സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി കുതിച്ചു നിന്നപ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട വരത്തില്ല. ചില പെയിൻ കാണും, ചില സ്ട്രഗിൾസ് കാണും, നമുക്കറിയാമല്ലോ, ഒരു ഹേർഡിൽസ് ആണത്. അത് പലപ്പോഴും ഓവർകം ചെയ്യേണ്ട ഒത്തിരി മേഖലകൾ അതിനകത്തുണ്ട്. പക്ഷെ സ്റ്റിൽ വി ആർ ബെയറിംഗ് ഫ്രൂട്ട്. നമുക്കതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവിന് നമ്മളെ നോക്കി പറയാൻ കഴിയും, ഒരിക്കൽ പോലും കർത്താൻ ദുഃഖിക്കേണ്ട വരത്തില്ല. നോക്കിക്കേ, ഞാൻ വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, ഞാൻ അതിനുവേണ്ടി എല്ലാം ക്രമീകരിക്കുന്നു, പക്ഷെ ഫലം മാത്രം കാണുന്നില്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നില്ല. മറിച്ച് കർത്താവിന് നമുക്ക് ഫലം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷത്തിന്റെ ഒരു വലിയൊരു ഗുഡ് ന്യൂസ് ആണ്. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണോ നാം എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന കഴിക്കാം. നമ്മുടെ ജീവിതത്തില് നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവജനങ്ങളൊക്കെ കേട്ട പോലെ നമുക്ക് നമ്മുടെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസം വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പും ആശ്രയവും എല്ലാം ഒന്നിച്ച് വർക്കൗട്ട് ആകുന്ന ഒരു മേഖലയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാത്തൊരു ജീവിതം, അത് മാത്രമല്ല വിഷയാസക്തിയാൽ പിടിപെടാത്തൊരു ജീവിതം, അതൊക്കെ എത്ര ശ്രേഷ്ഠകരമായി, അതൊക്കെയാണ് ഹയർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു വലിയ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണത്. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിശ്വാസക്തി, ഒരു വിഷയം വന്നാൽ പിന്നെ നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതിനുവേണ്ടി ഉപവസിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അത് കിട്ടുന്നത് വരെ നമ്മൾ അതിന് പല വാക്യങ്ങൾ നമ്മൾ അതിന് സഹായമായി കണ്ടെത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അപ്പോഴത്തേക്ക് നമ്മൾ ലക്ഷ്യമെല്ലാം മറക്കും. ആവശ്യങ്ങൾ ലക്ഷ്യമായി തീരുന്ന ഒരു ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന നമ്മളെ ലക്ഷ്യങ്ങൾ ഏതെന്നും, എന്താണ് നമ്മുടെ ഡിറ്റർമിനേഷൻ, എന്താണ് നമ്മുടെ എയിം എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ആവശ്യങ്ങളുടെ പട്ടികയിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട വന്നാലും അത് ആവശ്യം മാത്രമായിരിക്കും. അതിൽ പ്രവർത്തിപ്പാൻ ദൈവശക്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര താമസിക്കുന്നു അത്രയും വിശ്വാസിക്കാനുള്ള അവസരം കൂടുക, അത്രയും ആശ്രയിക്കാനുള്ള അവസരം കൂടുക, അത്രയും ഏറ്റുപറയാനുള്ള അവസരം നമുക്ക് തരികയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടമായി. കാരണം ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ പ്രായം വലിയൊരു ഘടകമാണ്. ഏജ് എന്ന് പറയുന്നത് ഒരു ബിഗ് ഇഷ്യൂ ആണ്. പക്ഷെ ഓർത്തോണം, അത് ആർക്കാന്നറിയാമോ? ലോകത്തിന്റെ ദൃഷ്ടിയിലും ലോകത്തിന്റെ ആ സെറ്റപ്പിലുമാണ്. പക്ഷെ നമ്മൾ ആരാണ്?
ദൈവിക വീക്ഷണത്തിൽ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു ദൈവവൈതൽ ലോകത്തിന്റെ പരിധിയിലും പരിമിതിയിലും ഒതുങ്ങി പോകേണ്ട കാര്യമില്ല. കാരണം ഏജ് ഒരു വലിയ ഫാക്ടറാണ്, ഹെൽത്ത് വലിയൊരു ഫാക്ടറാണ്. പക്ഷെ ദൈവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവത്തിനായി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ ബലമുള്ളതിൽ താണിരുന്നുകൊണ്ട് ആവശ്യങ്ങളെ ആവശ്യങ്ങളായി മാത്രം കാണുകയും ലക്ഷ്യം തെറ്റാതെ ഓടുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിന് ഏജ് ഒരു തടസ്സമാകാതെ, അതെ എന്താണ് ശരീരത്തിന്റെ അനാരോഗ്യം ഒരു തടസ്സമാകാതെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അത് ദൈവത്തിന് തന്റെ മഹത്വം തെളിയിപ്പാൻ കർത്താവിന് കഴിയുമെന്ന് ആര് വിശ്വസിക്കണം? ലോക വീക്ഷണത്തിൽ ജീവിക്കുന്നതല്ല, ദൈവിക വീക്ഷണത്തിൽ പ്രായോഗിക ജീവിതത്തെ നോക്കിക്കാണുന്ന ഓരോ ദൈവവൈതലിനോടും ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളതാണ്, നാം അങ്ങനെയുള്ള മാനദണ്ഡങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മെ നയിക്കുന്നത് ദൈവമാണ്. നാം ജീവിതത്തെ നോക്കിക്കാണുന്നത് ദൈവത്തിന്റെ വീക്ഷണത്തിലൂടെയാണ്. ദൈവത്തിന്റെ ആ പെർസ്പെക്റ്റീവ് നമ്മുടെ ഉള്ളിൽ ദൈവം വചനത്തിലൂടെ നൽകി തരുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ പ്രകൃതിയുടെ നിയമങ്ങൾക്കപ്പുറമായി, ലോകത്തിന്റെ നിയമങ്ങൾക്കപ്പുറമായി ഒക്കെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി ദൈവം ചില കഠിനമേറിയ അവസരങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും, ചില നമ്മുടെ മൗനമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടത്തിവിടും. നമുക്കറിയാം പാസ്റ്റർ പുസ്തകം നമ്മൾ ദീർഘവർഷങ്ങൾ നമ്മൾ പഠിച്ചവരാണ്, നമ്മൾ ചിന്തിച്ചവരാണ്. ലിബിയയിൽ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, നാട്ടിലെടുത്തിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആ ക്ലാസ്സുകൾ നടന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം പ്രതിയോഗികൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ ആ ശുശ്രൂഷയിൽ ലിബിയയിലോ സംഭവിച്ചിട്ടുണ്ട്. വളരെ ഇന്റിമേറ്റ് ആയിട്ടിരുന്ന ആൾക്കാർ നിമിഷ നേരം കൊണ്ട് നേർക്ക് നേരെ ശത്രുക്കളെ പോലെ നിന്ന് വെല്ലുവിളിച്ച സന്ദർഭങ്ങൾ ആ ക്ലാസ്സിലൂടെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിലും അതുപോലെ തന്നെ, നാട്ടിലും വളരെ ഇന്റിമേറ്റ്, എന്താ പറയട്ടെ, ജീവിതത്തിൽ ഒരിക്കലും അവരൊന്നും നമുക്കെതിരെ നിൽക്കത്തില്ല എന്ന് നമ്മൾ കരുതിയവര് നേർക്ക് നേരെ നിന്നിട്ടുണ്ട്, ആ ഒറ്റ റിക്വാറിന്റെ പുസ്തകം പഠിപ്പിച്ചതിന്റെ പേരിൽ. പക്ഷെ ഈ കഴിഞ്ഞിടെയും നമ്മുടെ ചില സഹോദരിമാര് തന്നെ എന്നോട് പേഴ്സണലി പറഞ്ഞു, അല്ലെ പല ഇന്നും ലേഡീസ് മീറ്റിംഗ് എസ്മാ പറഞ്ഞു, ആ ക്ലാസ്സിനെ കുറിച്ചും ആ നോട്ട്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ ആ ക്ലാസ് എടുത്തപ്പോ ഇല്ലാത്ത പുതിയ ആൾക്കാർ ഇപ്പൊ വരുന്നോണ്ട് ഒരിക്കൽ കൂടെ റിക്വാറിന്റെ പുസ്തകം ഒന്നുകൂടെ എടുക്കണമെന്ന് ഒരഭിപ്രായം. അപ്പൊ ഞാനത് കേട്ടപ്പോൾ എന്റെ മനസ്സ് നിങ്ങൾ ഓർത്തോണം. എനിക്ക് ഒരു വശത്ത് വലിയ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ, കാരണം അതൊരു റിസൾട്ട് ആണ്, അതൊരു വലിയ എന്താ പറയുക കമന്റേഷൻ ആണ്. അതിപ്പം അപ്പോസ്തലനായ പൗലോസ് നമ്മൾ മുമ്പിൽ ചിന്തിച്ച സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ അതിനെ ഏറ്റവും വലിയ എൻകറേജ്മെന്റ് ആയി എടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ആ ക്ലാസ്സിലൂടെ കടന്നു പോവുക, അപ്പോൾ അത് വിവേചിക്കപ്പെടുക, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ നമുക്ക് എതിരെ എഴുന്നേൽക്കുക, അതൊക്കെ ലിബിയയിലും അനുഭവിച്ചിട്ടുണ്ട്, നാട്ടിലും അനുഭവിച്ചു. പക്ഷെ അതൊന്നും നഷ്ടമായി ഞാൻ കരുതുന്നില്ല, അതൊക്കെ അനിവാര്യമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളും പ്രതികരിക്കുന്നത് ദൈവത്തിന് നോക്കണമായിരുന്നു. ക്ലാസ് എടുക്കാൻ മാത്രം ഒരു കൂലിക്കാരിയായി നിൽക്കുകയാണോ, അതോ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. അപ്പൊ അതിലൊന്നും പരാതി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ റിയാലിറ്റി ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം ഭയങ്കര. പക്ഷെ അതിനകത്ത് വലിയ ദൈവപ്രവർത്തനമാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ അന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ പോലും കാണാൻ നമുക്ക്, കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് അദ്ദേഹത്തിന്റെ പിക്ചർ. ഇപ്പോഴാണ് യൂട്യൂബും ഒക്കെ വന്ന് അവരുടെ ചേർച്ചിന്റെ ഇതുണ്ട്, അവർക്ക് യൂട്യൂബ് ഇതുണ്ട്, ചാനലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മെസ്സേജുകളൊക്കെ കേൾക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ആണ്, പുസ്തകമാണ് സ്പീച്ചിനേക്കാളും പവർഫുൾ നമുക്ക് തോന്നും. എന്നാൽ വളരെ പവർഫുൾ സ്പീച്ചാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പറഞ്ഞ് ഈ ഭാഗത്തിലേക്ക് നീങ്ങാം. ഈ നമ്മുടെ പേഴ്സണൽ പേജിൽ നമ്മളെ ദൈവം ചിലപ്പോൾ തൊടത്തില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവം അങ്ങനെ ഇടപെടുന്ന ഒരു കാര്യം അദ്ദേഹം ഒന്ന് പറഞ്ഞത് എന്റെ മനസ്സിനെ സ്പർശിച്ചത്, നമ്മളെ ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ള വേദനകളെ അനുവദിക്കുമ്പോഴും അതൊരു പരീക്ഷയാണ്, ടെസ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പം നമുക്കറിയാം റിക്വാറിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും അധികം പഠിച്ചത് എന്തുകൊണ്ട് ദൈവത്തിന്റെ സൈലൻസ്, ദൈവത്തിന്റെ മൗനം, അല്ലെങ്കിൽ ആ MIA മിസ്സിംഗ് ഇൻ ആക്ഷൻ. ദൈവം പ്രവൃത്തിയിൽ നിശബ്ദനായി മാറും, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ദൈവം മിസ്സായി പോന്നു, ദൈവത്തെ കാണുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഒരിക്കലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ദൈവം പ്രവൃത്തികളിൽ മൗനമായിരിക്കുന്നു, ദൈവം പ്രവൃത്തികളിൽ കൈകെട്ടിയിരിക്കുന്നു. ഒരു റോളുമില്ലാതെ ദൈവം നമ്മളെ ആ മിസ്സിംഗ് ഇൻ ആക്ഷൻ MIA അത് ദൈവമക്കൾ മറക്കാറില്ല, പല പ്രാവശ്യം പലരും ഓർപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഇനിയും വരും, ഇപ്പോഴും വന്നിട്ടുണ്ടാകാം. നമ്മൾ കടന്നു പോകുന്ന അങ്ങനെ ഒരു മിസ്സിംഗ് ഇൻ ആക്ഷനിലൂടെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ഒന്നുകൂടെ ഓർക്കേണ്ടിയിട്ടായിരിക്കാം
എനിക്ക് ഈ ആമുഖം പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരു മിസ്സിംഗ് ഇൻ ആക്ഷൻ അനുഭവത്തിലൂടെയാണോ ഞാനോ നിങ്ങളോ കടന്നു പോകുന്നത്? എനിക്കറിയാം ദൈവം ഒരു നാളും എന്നെ കൈവിടത്തില്ല, ദൈവം ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ ഒരിക്കലും കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അത് ഈ ആകാശം ഭൂമി മാറിപ്പോയാലും ആ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനത്തിന്റെ ഉറപ്പാണ്. സ്റ്റിൽ ഐ ഫീൽ ഇറ്റ്. എനിക്ക് ആ പ്രവൃത്തിയിൽ ദൈവത്തെ മിസ് ചെയ്യുന്നു. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ആ വിഷയം ഒന്നും ഇടപെടുന്നില്ലയോ? ദൈവം ആ ഫയലൊന്ന് നീക്കുന്നില്ലയോ? അതൊന്ന് തുറക്കുന്നില്ലയോ? അതിലേക്ക് ദൈവത്തിന്റെ കൈ ഒന്ന് ചെല്ലുന്നില്ലയോ? ദൈവത്തിന്റെ ഒരു ആജ്ഞ വരുന്നില്ലയോ? ദൈവം ഒന്നും അരുളി ചെയ്യുന്നില്ലയോ? ദൈവം അതിനോട് നീക്കുപോക്ക് നൽകുന്നില്ലയോ എന്ന് നമ്മുടെ പ്രാർത്ഥന, അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഈ സീലിംഗെ തട്ടി തന്നെ തിരിച്ച് താഴോട്ട് വരികയാണോ എന്ന് തോന്നുന്ന നമ്മുടെ ആ പെയിൻ, ആ പേഴ്സണൽ പെയിൻ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിന് ഒരു ആലോചന പറയാനുണ്ട്. ഒരിക്കലും അവിടെ സംശയിച്ച് ഭ്രമിച്ചു പോകരുത്. കാരണം ദൈവം സൈലന്റ് ആകുമ്പോൾ നമ്മൾ ഓർത്തോണമെന്ന് അറിയാമോ? അപ്പൊ ഞാൻ അത് കേട്ടപ്പോൾ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അതിനോടത് കണക്ട് ചെയ്ത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്നെ വളരെയധികം സ്പർശിച്ചു. നിങ്ങളൊരു ക്ലാസ് റൂം നോക്കിക്കേ. നമുക്കെല്ലാം അറിയാം, ടെസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെല്ലാം എക്സാമിന് നമ്മളെല്ലാം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത നമ്മൾ ക്ലാസ് റൂമിൽ കാണാറുണ്ട്. എന്നാ ചോദിച്ചാൽ എക്സാം ഹാളിൽ നമ്മൾ കാണാറുണ്ട്. അതെന്നാ ചോദിച്ചാൽ അതുവരെ നമ്മളോട് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ടീച്ചർ, അതുവരെ നമ്മളോട് പർട്ടിക്കുലറായി ഓരോ സബ്ജക്റ്റും പഠിപ്പിച്ചുകൊണ്ടിരുന്ന, നമ്മളെ ശാസിക്കുകയും തിരുത്തുകയും പഠിപ്പിക്കുകയും നോക്കുകയും എല്ലാം ചെയ്ത നമ്മുടെ ടീച്ചർ അങ്ങ് സൈലന്റ് ആവും. നമ്മൾ ആ ക്ലാസ് റൂമിനകത്ത് ആരെ കാണും? കണ്ടാ പരിചയമില്ലാത്ത ഒരാളെ പോലാകും നമ്മുടെ ടീച്ചേഴ്സ്. അവർക്ക് ആരെ അറിയത്തില്ല. എല്ലാവരോടും ഒരുപോലെ ഇരിക്കുന്നു, ഒരക്ഷരം മിണ്ടുന്നില്ല. ആ പേപ്പർ നമ്മുടെ തന്നിട്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അത് തിരിച്ചു മേടിക്കുന്നതല്ലാതെ അവർക്ക് ഒരു റോളും ഇല്ലാതെ ആ ടീച്ചർ അവിടെ എന്താകുകയാണ്? മിസ്സിംഗ് ഇൻ ആക്ഷൻ ആകുകയാണ്. ആ ടീച്ചർ അതുവരെ ആക്റ്റീവായി നമ്മളോടൊപ്പം നിന്ന, നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരാള് ആ സമയത്ത് നമ്മുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരത്തില്ല, നമുക്കൊരു ഓപ്ഷൻ പറഞ്ഞു തരത്തില്ല, നമുക്കൊന്ന് നോക്കാൻ പറ്റത്തില്ല, നമുക്കൊന്ന് സമീപിക്കാൻ പറ്റത്തില്ല, നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ഹെൽപ്പും ചെയ്യത്തില്ല. പക്ഷെ ഇതിനോട് നമ്മൾ യോജിച്ചു പോയിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ. നമുക്കറിയാം, ടെസ്റ്റിനായിട്ട് ക്ലാസ് റൂമിൽ ഇരുത്തിയാൽ ടീച്ചർ ഇങ്ങനെയാണ് പെരുമാറുന്നത്. അത് ടീച്ചറിന്റെ കുഴപ്പമല്ല. ഒരു സ്റ്റുഡന്റ് ഇന്ന് വരെ ടീച്ചറിനോട് പിണങ്ങിയിട്ട് ഇല്ല. കാരണം അത് ചെറുപ്പം തൊട്ടേ നമ്മൾ അതിൽ പരിശീലിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് എടുത്ത ടീച്ചർ ഇവിടെ തികച്ചും സൈലന്റ് ആയിരിക്കും. ഈ സൈലൻസ് ടീച്ചറിനോട് പിണങ്ങാനുള്ള അവസരമല്ല. പിന്നെയോ അതെ, ഇതൊരു ടെസ്റ്റിന്റെ ടൈമാണ്. ഇവിടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കേണ്ട സമയമാണ്. തന്നെത്താൻ അതെ ഇതുവരെ പഠിച്ചതും അതെ ട്രെയിൻ ചെയ്തതുമായ കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കേണ്ട ആ പൂർണ്ണ തിയറി ക്ലാസിന്റെ മുഴുവനും, ആ പഠിച്ച കാര്യങ്ങളുടെ മുഴുവനും അതെ ഒരു വ്യക്തത തെളിയിക്കേണ്ട, എന്തൊക്കെ അത് ഗുണം ചെയ്തു, മനസ്സിലുണ്ട്, ഗ്രഹിച്ചു, പഠിച്ചു എന്നുള്ളത് തെളിയിക്കേണ്ട ഒരു മേഖലയാണ്, ഒരു ദിനമാണെന്ന് വ്യക്തമായി സ്റ്റുഡൻസിന് അറിയാവുന്നതുപോലെ ഇന്ന് രാത്രി ദൈവമക്കളായ നാമും ഓരോരുത്തരും അറിഞ്ഞിരിക്കുക. നമ്മുടെ ക്ലാസ് ടീച്ചർ, നമ്മുടെ സയൻസ് ടീച്ചർ, നമ്മുടെ മാത്സ് ടീച്ചർ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ അതെ ഒന്നും മിണ്ടാതെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ തന്നിട്ട് ഒന്നും മിണ്ടാതെ പേപ്പർ തിരിച്ചു മേടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടുമ്പോൾ നമ്മളാരും ടീച്ചറോട് പിണങ്ങിയല്ല പോയേക്കുന്നത്. കാരണം ടീച്ചർ അന്നേ ദിവസം മാത്രമേ മൗനമായുള്ളൂ. അതിന്റെ തലേ ദിവസം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം, അത് പഠിക്കണം. ടീച്ചർ മൗനമായിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? കുട്ടിയുടെ ഗുണത്തിനു വേണ്ടിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ മൗനമായിരിക്കുന്നു എന്നൊരു ദൈവവൈതലിന് തോന്നുന്നെങ്കിൽ ഓർത്തോണം, ഈ നിമിഷം വരെ നമ്മളെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വിടുമ്പോൾ ദൈവം അല്പം മൗനമായിരിക്കുന്നത് നമ്മുടെ നിന്ദയ്ക്ക് വേണ്ടിയല്ല. ദൈവത്തിന്റെ മൗനം നമ്മുടെ മാനമാണ്. നമ്മെ തെളിയിക്കുവാൻ, കൊള്ളാവുന്നവരെ തെളിയിക്കുവാൻ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഓർത്തോണം, അത് ടെസ്റ്റിന്റെ ടൈമാണ്, പരീക്ഷയുടെ കാലമാണ്. ആ പരീക്ഷാ കാലത്ത് നാം വിവേകത്തോടെ പെരുമാറുക. അവിടെ ദൈവത്തോട് പിണങ്ങാൻ പോകരുത്, ദൈവത്തോട് ഇടറാൻ പോകരുത്. കാരണം ദൈവം നമ്മുടെ നന്മയ്ക്കായി മാത്രമേ അത് ചെയ്യുന്നു. അത് ഒന്ന് ഓർപ്പിക്കണം എന്റെ ഹൃദയത്തിൽ തോന്നിയോണ്ടാണ് ഞാനത് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മൗനത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ദൈവത്തിന്റെ സൈലൻസിനെ അഭിമുഖീകരിക്കുമ്പോൾ തളർന്നു പോകാതിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ സീലിംഗിൽ ഇടിച്ച് തിരിച്ചു വരികയാണ് എന്ന് തോന്നുന്ന വേദനയുള്ള ഹൃദയത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റിനെ, ഈ പരീക്ഷയെ നമുക്ക് അതിജീവിക്കാം.
ആ വിശ്വാസത്തിന്റെ പരിശോധനയെ നമുക്ക് അതിജീവിക്കാം. അതിന് ധാരാളം പ്രതിഫലമുണ്ട്, അതിന് സ്ഥിരതയുണ്ട്, അതിന് സഹിഷ്ണുതയുണ്ട്, അതിനകത്ത് നമ്മൾ നീതിയുടെ ഫലം കൊയ്യും. അതിനകത്ത് വലിയൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് ഡിസൈപ്പിൾഷിപ്പിലേക്ക് നമ്മളെ നയിക്കും. ദൈവം അത് വ്യക്തമായി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു സ്റ്റുഡന്റും നശിച്ചു പോകാൻ വേണ്ടിയല്ല ടീച്ചർ അന്നേ ദിവസം മൗനമാകുന്നത്. എല്ലാ സ്റ്റുഡന്റും തങ്ങൾ പഠിച്ചതിനെ പ്രയോജനപ്പെടുത്താനാണെങ്കിൽ, നമ്മുടെ കർത്താവിനോട് മൗനമായി ഇരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിനല്ല, പിന്നെയോ അത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുവാൻ, നമ്മളെ പ്രൊമോട്ട് ചെയ്യുവാൻ, നമ്മളെ ലിഫ്റ്റപ്പ് ചെയ്യുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മൾ അതിലൂടെ കടന്നുപോയേ പറ്റും. ഇല്ല എങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ മക്കളല്ല ജാരസന്തതികൾ അത്രേ. നിങ്ങൾക്കത് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മക്കളല്ല. നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിശോധന നേരിട്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ മക്കൾ എന്ന പദവി ഉറപ്പിക്കുകയും കൂടിയാണ് ഈ ടെസ്റ്റ് എന്ന് ഇന്ന് രാത്രി നമ്മൾ ഓർക്കുക. ഞാനത് പറഞ്ഞ് കൊലോസ്യ ലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. കൊലോസ്യ ലേഖനം അവസാന അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ചോദിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലേഖന പഠനത്തിൽ കൂടെ കടന്നു പോയി, അല്ലെങ്കിൽ വേണേ നമുക്ക് എന്താ പറയണ്ടേ, വേഴ്സ് ബൈ വേഴ്സ് എടുക്കാതെ നമുക്ക് ചില പക്ഷെ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ ചിന്തിച്ച് നമ്മളോട് സംസാരിച്ച് നമ്മളെ ഈ നിമിഷം വരെ നിലനിർത്തിയ കൃപയെ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും നന്ദിയോടെ അത് ഓർക്കും. ഒടുവിലെത്തുമ്പോൾ നമ്മൾ ഒട്ടും ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതാത്തൊരു ഭാഗം, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തന്നെ തീർക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ ഞാൻ ഓർക്കും. അതിന്റെ അർത്ഥം ഇതാണ്, എത്ര പ്രാധാന്യം അർഹിക്കുന്നു ശുശ്രൂഷയിൽ. അതെ, എന്താ പറയണ്ടേ, സഹായിക്കുന്ന ആ മനസ്സുള്ളവരെ, ശുശ്രൂഷകർക്ക് ആശ്വാസമായി തീരുന്നവർ, അവരെത്രയധികം അഭിനന്ദനാർഹരാണ്, അവരെത്രയധികം ദൈവത്തിൽ വിലയേറിയവരാണ്, അവർക്ക് എത്രയധികം മാന്യതയുണ്ട്, ദൈവത്തിൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് എൻകറേജ്മെന്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ വിചാരണ തടങ്കലിൽ റോമിലായിരുന്നപ്പോഴും തനിക്ക് എത്രമാത്രം ഇൻസ്ട്രക്ട് ചെയ്യുവാനും ഗ്രീറ്റ് ചെയ്ത് കമന്റ് ചെയ്ത് തന്റെ ശുശ്രൂഷയിൽ തളർന്നു പോകാൻ നിൽക്കുവാൻ ദൈവം കൊടുത്ത കൃപ അത് അവർണ്ണനീയമാണ്. നമ്മൾ ചിന്തിച്ചു 7, 8, 9, 10 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് ഒനോസിമോസും തിഹിക്കോസിനെയും ചിന്തിച്ചു. തിഹിക്കോസും ഒനോസിമോസും ഒരിക്കലും ചേർന്ന് വരാൻ പറ്റാത്ത 2 വ്യക്തിത്വങ്ങളാണ്. പക്ഷെ രണ്ടുപേരെയും ചേർത്ത് വെക്കുന്ന ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ പ്രവൃത്തി. അരിസ്തർഹോസും മർക്കോസിനെയും നമ്മൾ ചിന്തിച്ചു. അവരെ സംബന്ധിച്ചും പറഞ്ഞാൽ മർക്കോസ് ഒരിക്കലും അപ്പോസ്തലനായ പൗലോസിന് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് മർക്കോസിനെ കമന്റ് ചെയ്യുന്നതെന്ന് പല വേദഭാഗങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് 10-ാം വാക്യം കൊണ്ടുവന്ന് എന്റെ സഹവർത്തിനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുലനായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന വിട്ടിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവിടെയാണ് ദൈവന ധ്യാനം നമ്മൾ നിർത്തിയത്. ഇന്ന് രാത്രി ദൈവന ചിന്തയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ചുരുക്കം ചിലരുടെ ഞാൻ 8 പേരുടെ പേര് പറഞ്ഞു, 9 പേരുണ്ട്, പിന്നെ ഒരു സഹോദരിയുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. അതില് ഇവിടെ അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, 11 യൂസ്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പം ജസ്റ്റസ് എന്ന ഒരാളെ ഇവിടെ പറയുന്നു, യേശു എന്ന് വിളിക്കുന്നു. യൂസ്തോസ് അല്ലെങ്കിൽ ജസ്റ്റസ്. ജസ്റ്റസ് എന്ന പേര് നമുക്കറിയാം, പലർക്കും ആ പേര് ഉണ്ട്. ജസ്റ്റസ് എന്നുള്ള മലയാളത്തിൽ യൂസ്തോസ് നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞ യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ജസ്റ്റസ് ഒരു കമ്പാനിയൻ ആൻഡ് കോവർക്കർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കമ്പാനിയൻ ആൻഡ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായി ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പറയുന്ന ആളാണ് എപ്പഫ്രാസ്. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ വന്ദനം ചെയ്തു, പരിച്ഛേദനക്കാർ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരിൽ ഇവർ മാത്രമാണ് യഹൂദന്മാർ. അതിനാണ് പറഞ്ഞത്, നമ്മുടെ വേഷനി പറഞ്ഞത്, പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തോന്നി. അപ്പൊ ഇവര് യഹൂദന്മാരെ കുറിച്ച് ആണ് അത് ഉദ്ദേശിച്ചത്. വിശ്വാസത്തിൽ വന്ന യഹൂദന്മാരെ കുറിച്ച്, ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരിൽ ഇവർ മാത്രമാണ് യഹൂദന്മാർ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത എന്നിട്ട് പറയുന്നൊരു വാക്യം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട്, അത് സിമ്പിൾ ആയിട്ടൊരു വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവരാജ്യത്തിന് ഇവർ പരിച്ഛേദനക്കാർ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അപ്പൊ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു അപ്പോസിറ്റി ഒക്കെ കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നത്, വാട്ട് എ അവർ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ അതിന്റെ എഴുതി വന്നിട്ട് ഒറ്റ ഇതിലങ്ങ് എഴുതി മേളിൽ പറഞ്ഞിട്ട് ഈ കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. പക്ഷെ ഇംഗ്ലീഷിൽ അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി, വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. എന്നിട്ട് ഒരു എക്സ്ക്ലമേറ്ററി സൈനാ കൊടുത്തേക്കുന്നത്, വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. അപ്പോസ്തലൻ അനുഭവിക്കുന്ന ആ ഫീലിംഗ് മനസ്സിലാണെങ്കിൽ അങ്ങനെ വായിച്ചാലേ
എനിക്കവര് എന്തൊരാശ്വാസമായിരുന്നു. ഇവിടെ വരുമ്പോൾ അത് അത്ര അങ്ങോട്ട് നമുക്ക് ഹൃദയത്തിലോട്ട് ഇവരെ പറഞ്ഞിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു എന്ന് സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ തോന്നും. പക്ഷെ വാസ്തവത്തിൽ അതിനകത്തെ അവരുടെ ഹൃദയത്തിലെ ആ സന്തോഷത്തിന്റെ, താൻ ഈ വിചാരണ തടവുകാരനായി ഈ റോമിൽ പാർക്കുമ്പോഴും താൻ കംഫോർട്ട് അനുഭവിച്ചെന്ന്, അത് ചില വ്യക്തികളിലൂടെ അനുഭവിച്ചെന്ന്. അപ്പൊ അതിന് അദ്ദേഹം വളരെ ഹൃദയംഗമായി എടുത്തു പറഞ്ഞൊരു വേർഡാണത്. വാട്ട് എ കംഫോർട്ട്. നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ ആ പദം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വലിയ അതിശയമായ കാര്യത്തെ കുറിക്കുന്നതിനാ, ഒരു ആശ്ചര്യമായ ഒരു എന്താ പറയട്ടെ, നമ്മുടെ സാധാരണയിൽ കവിഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ പറയുമ്പോഴാണ് അത്രയും നമ്മൾ ഇമോഷണലായി ഒരു എക്സ്ക്ലമേറ്ററി ആയിട്ട് നമ്മൾ പറയുന്നത്. എന്താണ്? വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. എനിക്ക് എന്തൊരാശ്വാസമായി തീർന്നറിയാവോ ഈ മേൽ പറഞ്ഞ പ്രിയ വേലക്കാർ, എന്റെ കൂട്ടുവേലക്കാർ. ദൈവമേ, ഞാൻ ഓർക്കുകയാണ്, ശരിക്കും കർത്താവ് ഇതല്ലേ ആഗ്രഹിക്കുന്ന ഇന്നും. പക്ഷെ ഇന്ന് എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഇന്ന് തിരിച്ചാണ് പലപ്പോഴും, അല്ലെ? അപ്പോസ്തലന് വേദനകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, അതും അപ്പോസ്തലൻ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അപ്പോസ്തലൻ ഈ മേൽ പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. എനിക്ക് അവർ എന്തൊരാശ്വാസമായിരുന്നു എന്ന് കൊലോസ്യ സഭയിലെ വിശ്വാസികളെ നിങ്ങൾ അറിയണം. കാരണം എനിക്ക് ആശ്വസിക്കാൻ പറ്റാത്തൊരു മേഖലയിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് തോന്നുമ്പോഴും, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അനിശ്ചിതത്തിന് നടുവിൽ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുമ്പോഴും, എന്റെ ജീവിതത്തെ നമുക്ക് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളിൽ ഒരു എത്തും പിടിയില്ലാത്തൊരു ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, അൺസർട്ടനിറ്റി, അനിശ്ചിതത്തെ നമ്മൾ നേരിടുമ്പോഴും നമുക്ക് ആശ്വാസം പകരാനുള്ളത് ദൈവം ചെയ്തിരിക്കും. നമ്മളത് കൈക്കൊള്ളാൻ തയ്യാറായ മാത്രം മതി. അവിടെയും ദൈവത്തിന്റെ ഉറവകൾ വറ്റിപ്പോകുന്നില്ല, അവിടെയും ദൈവത്തിന്റെ സഹായങ്ങൾ തീർന്നു പോകുന്നില്ല, അവിടെയും അതെ ദൈവത്തിന്റെ വേലക്കാർ തീർന്നു പോകുന്നില്ല. നമ്മുടെ കർത്താവിന് ഏതൊരു സമയത്തും, അത് റോമയിലെ വിചാരണ തടങ്കിലായിരുന്നാലും, ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലായാലും, ദൈവത്തിന് അവിടെ അപ്പോസ്തലന് സഹ തടവുകാരായും സഹ ശുശ്രൂഷരായും വ്യക്തികളെ കൊടുത്ത്, സ്വാതന്ത്ര്യം കൊടുത്ത്, ആശ്വാസം കൊടുത്ത്, കർത്താവിൽ സന്തോഷം കൊടുത്ത്, മറ്റുള്ളവരെ ആശ്വസിപ്പാൻ തന്നെ പ്രാപ്തനാക്കി. നമുക്കത് റിസീവ് ചെയ്യണം. നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഏതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ നമുക്ക് പ്രാപ്തരാകണം. അതെ, ഒരിക്കലും റിജക്ട് ചെയ്യരുത്. ഒരിക്കലും കർത്താവിന്റെ ആശ്വാസത്തെ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു തലമുറയായത് എല്ലാം. അതെ, പ്രാടികാലത അനുഗ്രഹവും വേണം, പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിനായിരിക്കണം. ഉദ്ദേശിക്കുന്ന എല്ലാം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. ആരാധിക്കുന്നത് ഒരു വിടുതലിന് വേണ്ടിയാണ്, ആരാധിക്കുന്ന ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്, എപ്പോഴും സ്വത്രകാഴ്ച ഇടുന്നത് കർത്താവിന് വേണ്ടി, അതെ ഓഹരി കൊടുക്കുന്നത്, എല്ലാത്തിന്റെ ലക്ഷ്യം ഇന്നത്തെ തലമുറയ്ക്ക് കണക്ക് പറഞ്ഞ് തിരിച്ചു മേടിക്കുവാൻ, മെറ്റീരിയലി ബ്ലെസ്ഡ് ആകുവാൻ. അങ്ങനെ പോകുന്ന ഒരു തലമുറയുടെ നടുവിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ തലമുറ എന്താ നിഷേധിക്കുന്നറിയാമോ? ഈ തലമുറയ്ക്ക് എന്ത് ഇല്ലെന്നറിയാമോ? ഈ തലമുറയ്ക്ക് ദൈവത്തിനുള്ള ആശ്വാസം കിട്ടുന്നില്ല. അത് കാരണം ഈ തലമുറയ്ക്ക് ആശ്വസിപ്പാൻ പ്രാപ്തി. പിന്നെ അവർക്ക് കിട്ടുന്നത് കാറോ വീടമാണെങ്കിൽ അത് അവർക്ക് മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ. ഒരിക്കലും വേറെ ആർക്കും പ്രയോജനമില്ല. പക്ഷേ കാരണം ഈ തലമുറ അങ്ങനെ ഒരു തലമുറയായി പോയി. എന്ത് ചെയ്താലും, ഏത് ചെയ്താലും, ഞായറാഴ്ച വന്നാലും അയ്യോ എല്ലാ കാര്യത്തിലും കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്ത് ചെയ്താലും ഇങ്ങോട്ട് എങ്ങനെയാണത് മുതലാക്കുന്നത്, എന്താ കൈയടിച്ച് ഇത്ര ശക്തമായി പാടിയാൽ എങ്ങനെ ദൈവം തിരിച്ചനുഗ്രഹിക്കും. അതെ, ദൈവത്തിന് ഏതിനും ഒരു വിടുതൽ. എന്താ ഈ വിടുതൽ ഉദ്ദേശിക്കുന്നത്? സാക്ഷാൽ അതെ പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്നും, അതെ പിശാചിന്റെ രാജ്യത്തിൽ നിന്നും, ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ജനം ഇപ്പോൾ ആ വിടുതലിനെ ഏതുമില്ലെന്ന് കണ്ടുകൊണ്ട് ഒരു പുതിയ വിടുതലിന് വേണ്ടി അതെ ആകാംക്ഷയോടെ ആരാധിക്കുക. ആരാധന എന്ന പേര് നമുക്കറിയാം, അത് ആരാധനയല്ല. അതെ, പാടി കൈയടിക്കുന്നതാണ് ആരാധന എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ആരാധന എന്താ നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്തുതി കരയേറ്റുന്നു, മഹത്വം കൊടുക്കുന്നു, നന്ദി പറഞ്ഞു. എല്ലാത്തിന്റെ ഹൃദയത്തിലെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ചെല്ലുമ്പോൾ ഒരു വിടുതൽ, ചെല്ലുമ്പോൾ ഒരു മാറ്റം, ജീവിതത്തിലൊരു മാറ്റം. ഏത് മാറ്റമാ? സ്വഭാവത്തിന്റെ മാറ്റമല്ല, പിന്നെയോ അനാരോഗ്യത്തിന്റെ മാറ്റം, സമ്പത്തിന്റെ കുറവിന്റെ മാറ്റം, ജോലിയുടെ ഒരു മാറ്റം, ദൈവത്തിന്റെ സന്നിധിയിൽ
ഫ്രൂട്ട്ഫുൾ ആകുവാൻ ഇന്ന് ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവിക ആശ്വാസം കഷ്ടതയിൽ സ്വീകരിപ്പാൻ ഇന്ന് ആൾക്കാർ തീരെ ഇല്ലാതിരിക്കുമ്പോൾ, നമുക്ക് വാസ്തവമായിട്ട് ആഗ്രഹിക്കണം, കർത്താവേ ഞങ്ങൾ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു നിന്റെ ആശ്വാസത്തെ കൈക്കൊള്ളുവാനും നിനക്ക് വേണ്ടി ഫലം കൊടുപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവിത മാറ്റങ്ങൾ നീ വരുത്തിക്കൊള്ളും. പക്ഷെ ഞങ്ങൾ എഫോർട്ട് ഇടുന്നത് മൊത്തം സ്വഭാവത്തിന്റെ മാറ്റത്തിനാ. ഞങ്ങളുടെ പ്രയത്നം അതിനായിരിക്കട്ടെ. ഞങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതത്തിനു വേണ്ടി ഞങ്ങളെ രൂപാന്തരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഉള്ള ആ രത്നത്തിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഈൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുവാൻ, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ മാറ്റുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന ഞെരുക്കങ്ങൾ മാറ്റുവാൻ ഞങ്ങളുടെ കർത്താവിന് ഒരു നൊടി നേരം മതി എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് പുറകെ ഓടുവാനല്ല ഞങ്ങളെ വിളിച്ചത്. പിന്നെയോ കർത്താവിന് ഹിതം ചെയ്ത് അവന്റെ രാജ്യത്തിന്റെ വേലക്കാരായി പണചേർത്തവനെ പ്രസാദിപ്പിക്കുന്നവരെ തീരുവാനാ നമ്മെ വിളിച്ചെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ നമുക്ക് മുന്നേറിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ എന്ത് നമ്മുടെ കൈ കാണുമെന്നറിയാമോ? നമ്മളിൽ നിന്ന് ഫ്രൂട്ടും കാണും. നമ്മളിൽ സ്വർഗത്തിൽ ലഭിച്ച ആശ്വാസം അളവില്ലാതെ കാണും. ആ കംഫോർട്ട് കൊണ്ട് എത്ര പേരെ കംഫോർട്ട് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുമെന്നറിയാവോ? പറയാ, ഞാൻ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം ഞാൻ പ്രാപിക്കും. ഒരു ദിനം അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിക്കുന്നു. അതേ അപ്പോസ്തലൻ പറയുക, ദൈവത്തിനുള്ള ആശ്വാസം കൈക്കൊള്ളുന്ന പോലെ സഹ ശുശ്രൂഷ എന്നുള്ള ആശ്വാസവും ഞാൻ കൈക്കൊള്ളും. അഹംഭാവം ഇല്ലാത്ത മനുഷ്യൻ, തന്നെത്താൻ ചീർക്കാത്ത മനുഷ്യൻ, ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് ആശ്വാസം പ്രാപിക്കുന്ന എനിക്കിപ്പോ എന്തിനാണ് ഇവരുടെയൊക്കെ ആശ്വാസം? പക്ഷെ അപ്പോസ്തലൻ പറയാ, എന്റെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം എനിക്ക് ഭയങ്കര ആശ്വാസം. തീർന്നില്ല. എന്റെ ദൈവം എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന സഹപ്രവർത്തകർ, സഹശുശ്രൂഷകർ, സഹോദരങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആശ്വാസം. അപ്പോസ്തലൻ പറയാ, വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. അവര് തന്നെ എനിക്കൊരു അവര് സത്യം പറഞ്ഞ അവര് എങ്ങനെയല്ലേ നമ്മളിവിടെ വായിച്ചേക്കുന്നത്, അവർ എനിക്ക് ആശ്വാസമായി, കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അതായത് എന്താ അർത്ഥം? അവര് നമ്മള് ഓർത്തോണോ അതിന്റെ യഥാർത്ഥ മീനിങ്? വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ. അവര് തന്നെ എനിക്ക് ആശ്വാസമായി തീർന്നു. അവരുടെ പ്രസൻസ്, അവരുടെ സഹായം, അവര് എന്നോട് എന്റെ വാക്കുകളെ അനുസരിച്ചത്, അവരെന്നെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചത്, അവരെന്നോട് തുറന്ന് സംസാരിച്ചത്, അവര് അല്ലാതെ സാരമില്ല പോട്ട് എന്ന് പറയുന്നത് മാത്രമല്ല അങ്ങനെ ആരും ചിന്തിക്കരുത്. നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട് ഒരു ആശ്വാസമാണ് ശുശ്രൂഷകർക്ക്. നമ്മുടെ ഒബീഡിയൻസ് ഒരു ആശ്വാസമാണ്. നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ആശ്വാസമാണ്. നമ്മുടെ ജെന്യൂനിറ്റി, നമ്മുടെ സിൻസിയറിറ്റി, നമ്മുടെ ലോയൽറ്റി, അത് ആശ്വാസത്തിലൂടെ എനിക്ക് എന്തൊരു കംഫോർട്ടാണെന്ന് അറിയാമോ? ഞാൻ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവർ തുറന്നു പറയുകയാണ്. അരിസ്തർഹോസും മർക്കോസും തിഖിക്കോസും ഒനോസിമോസും യൂസ്തോസും എനിക്ക് എന്തൊരു ആശ്വാസമാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്നേ? വാക്കുകൊണ്ട് മാത്രം ആശ്വാസമായി തീരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥന കൊണ്ട് മാത്രമാണോ ആഗ്രഹിക്കുന്നത്? അതോ ജീവിതത്തിന്റെ ജീവിത രീതി കൊണ്ട് കൂടെ നിൽക്കേണ്ടപ്പോ കൂടെ നിന്ന്, സഹായിക്കേണ്ടപ്പോ സഹായിച്ച്, അനുസരിക്കേണ്ടപ്പോ അനുസരിച്ച്, നിഷ്കളങ്കവും നേരോടെ സംസാരിച്ച്, പാതി മറച്ചു പിടിച്ച് പാതി പറഞ്ഞ്, ജീവിതത്തിന്റെ എന്താ പറയണ്ടേ, ഒരു ഇന്റഗ്രിറ്റി ഇല്ലാതെ, പരമാർത്ഥതയില്ലാത്ത ഒരു ജീവൻ നയിച്ച് നമ്മളെങ്ങനെ ആശ്വാസമാകും? അത് തുടർന്ന് എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വാക്ക് പ്രത്യേകം ഓർക്കുക. അപ്പോസ്തലൻ എനിക്ക് ഈ പറഞ്ഞ പ്രിയപ്പെട്ടവർ ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. തിഖിക്കോസും ഒനോസിമോസും അരിസ്തർഹോസും മർക്കോസും, ഇന്ന് നമ്മളിപ്പോ പറഞ്ഞു യൂസ്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നു. യേശു പരിച്ഛേദനക്കാരിലെ യഹൂദന്മാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. വേറെ ഒത്തിരി കൂട്ടുവേലക്കാരുണ്ട്. അതിൽ യഹൂദന്മാരായ കൂട്ടുവേലക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ഞാൻ കടന്നു പോന്നേ. ഞാൻ എന്നെ ദൈവം ഇപ്പൊ ആക്കി വെച്ചിരിക്കുന്നത് ഒരു എത്തും പിടിയില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവം ആബ്സെന്റ് ആയി നിൽക്കുന്ന ഒരു കാലം. പൗലോസ് എന്ന തിരക്കേറിയ ഒരു മിഷണറിയെ ഒരു ദിവസം കിട്ടിയാൽ 1000 പേരെ രൂപാന്തരപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ കരുതൽ തടങ്കിൽ, വിചാരണ തടങ്കിൽ ആക്കി വെച്ചിട്ട് ഒരു മിറക്കിളും ചെയ്യാത്തൊരു കാലം.
അങ്ങനെ ഒരു കാലത്തിൽ ആശ്വാസമായി തീരാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യം. പക്ഷെ ഈ പ്രിയപ്പെട്ടവർക്ക് അതിന് കഴിഞ്ഞു. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് അങ്ങനെ പരസ്പരമായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്, ദൈവസ്ഥലത് എത്ര പ്രസാദകരമാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നു. അതേപോലെ അപ്പോസ്തലൻ പറയാ, എനിക്ക് എന്റെ കൂടെ ചില പ്രിയപ്പെട്ട ദൈവം തന്നിട്ടുണ്ട്, അവര് തന്നെ എനിക്കൊരു ആശ്വാസമാണ്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അടുത്ത ആള് എപ്പഫ്രാസ്. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലവോദിക്യക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. എപ്പഫ്രോസിനെ കമന്റ് ചെയ്യുക. നിങ്ങളിൽ ഒരാൾ, അപ്പം കൊലോസ്യ ചർച്ചിലെ മെമ്പറാണ് എപ്പഫ്രോസ്. നിങ്ങളിൽ ഒരാളും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ആളാണ്. ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങൾക്ക് വന്ദനം നേരുന്നു. നിങ്ങൾ ദൈവഹിതത്തെ പറ്റി പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടത് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അത്യന്തം ജാഗ്രതയോടുകൂടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചും ലവോദിക്കയിലും ഹീരപ്പൊലിസിലും ഉള്ളവരെ കുറിച്ചും അദ്ദേഹത്തിന് വളരെ ഹൃദയഭാരമുണ്ട് എന്നതിന് ഞാൻ സാക്ഷി. അപ്പൊ എത്ര ശക്തമായിട്ട് എപ്പഫ്രോസിനെ കമന്റ് ചെയ്യുക. എന്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളെല്ലാം നിലനിൽക്കുന്നില്ല. എപ്പഫ്രോസിന്റെ പ്രയർ എന്താണെന്ന് ആ കൊലോസ്യൻ ചർച്ചിനോടും ലവോദിക്കയിലും ഹീരപ്പൊലിസിലും ഉള്ളവരോടുള്ള എപ്പഫ്രോസിന്റെ ആത്മഭാരം എന്താണെന്ന്. എൻകറേജ്മെന്റ് അങ്ങനെയാ പ്രിയപ്പെട്ടവരെ. ഒരാളെ കമന്റ് ചെയ്യുമ്പോ അങ്ങനെയാ. അത് മനസ്സിലാക്കി അപ്പോസ്തലൻ പറയുക. ഈ എപ്പഫ്രോസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഈ കൊലോസ്യ ലേഖനം ആരംഭിക്കുമ്പം 1-ാം അധ്യായം തന്നെ 7-ാം വാക്യത്തിൽ ആദ്യം തന്നെ എപ്പഫ്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രോസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകും. ആദ്യം തന്നെ എപ്പഫ്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രോസ്. ഈ എപ്പഫ്രോസിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിന്റെ സഹശുശ്രൂഷകനായിരുന്നു, സുവിശേഷകനായിരുന്നു. കൊലോസ്യയിലും ഹീറപ്പൊലീസിലും ലവോദിക്കയിലും സഭ സ്ഥാപിക്കുവാൻ മുന്നിൽ നിന്ന ആളാണ് എപ്പഫ്രോസ്. ഇത് എഫെസോസിൽ അപ്പോസ്തലൻ 2 വർഷക്കാലം താമസിച്ച് ശുശ്രൂഷിച്ച സമയത്ത് അവിടെ വെച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ശുശ്രൂഷകനാണ് എപ്പഫ്രോസ്. അദ്ദേഹം കൊലോസ്യ നഗരത്തിലുള്ള ആളായിരുന്നു. എഫെസോസിൽ നിന്ന് 160 കിലോമീറ്റർ മാറി കിഴക്കുമാറി അവിടെ ഉള്ള കൊലോസ്യ നഗരത്തിൽ ഉള്ള ഒരാളായിരുന്നു എപ്പഫ്രോസ്. ഇനി ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഇതാണ്, എപ്പഫ്രോദിത്തോസും എപ്പഫ്രോസും ഒരാളാണോ? ഞാൻ കരുതിയത് എപ്പഫ്രോദിത്തോസിനെ ഷോർട്ട് ചെയ്ത് വിളിക്കുന്നതാണ് എപ്പഫ്രാസ്. എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം, അത് വായിക്കേണ്ട, 2-ാം അധ്യായം 19 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ തിമോത്തിയോസിനെ കമന്റ് ചെയ്യുന്നു, എപ്പഫ്രോദിത്തോസിനെ കുറിച്ചും പറയുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം എടുക്കേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് 2 വ്യക്തികളെ കമന്റ് ചെയ്യാൻ എടുക്കുന്നതാണ് ഇത്രയും വാക്യങ്ങൾ. 19 വേഴ്സ് തൊട്ട് 30 വരെ 2 തിമോത്തിയോസിനെയും എപ്പഫ്രോദിത്തോസും തനിക്കാരാണ് എന്ന് വ്യക്തമായി പറയുന്ന ഭാഗം. ആ പറയുന്ന എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയയിൽ നിന്ന് അവരയച്ച ദൂതനാണ്. എവിടേക്ക്? അപ്പോസ്തലനായ പൗലോസ് കരുതൽ ചടങ്ങിലായിരുന്നപ്പോൾ അപ്പോസ്തലന് വേണ്ട ഒരു സമാഹരിച്ചുകൊണ്ട് അവിടേക്ക് വിടുന്ന ആളാണ് എപ്പഫ്രോദിത്തോസ്. 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, ഒരു പറ്റം വേദപണ്ഡിതന്മാർ, ബൈബിൾ സ്കോളേഴ്സ് വിശ്വസിക്കുന്നു എപ്പഫ്രോദിത്തോസും എപ്പഫ്രാസും ഒരാളാണെന്ന്. ഒരു പറ്റം ആൾക്കാർ പറയുന്നു രണ്ടും രണ്ടുപേരാണ്. നമ്മളെ സംബന്ധിച്ച് 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും
പഠിക്കുവാൻ ധാരാളമുണ്ട്, മാതൃകയാക്കുവാൻ ധാരാളമുണ്ട്. ഒരുപറ്റ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നു എപ്പഫ്രോഡിറ്റോസ് ആൻഡ് എപ്പഫ്രാസ് ആർ സെയിം, ബോത്ത് ആർ സെയിം. ഒരുപറ്റം ആൾക്കാർ പറയുന്നു അത് ഫിലിപ്പിയ സഭയിൽ നിന്ന് വന്ന ആയതുകൊണ്ടും അത് മറ്റൊരു സഹ വേലക്കാരൻ, ഒരു കോവർക്കർ ആണ്, അദ്ദേഹത്തെ ഫിലിപ്പീൻ ചർച്ച് തന്റെ ദൂതനായിട്ട് അവിടുത്തെ അവരുടെ മെസ്സഞ്ചറായിട്ട് അയച്ചു. അത് വളരെ അറ്റാച്ച്മെന്റ് ആണ് അപ്പോസ്തലനുമായിട്ടുള്ളത്. എപ്പഫ്രാസ് എഫെസോസിൽ നിന്ന് മാറി അതേ അടുത്തുള്ള കൊളോസിയയിലുള്ള ആളായതുകൊണ്ട് കൊളോസിയയിലും ലവദോക്കിയയിലും ഹീറപ്പൊലീസ് എന്ന 3 സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ഇവാഞ്ചലിസ്റ്റായി അപ്പോസ്തലൻ അയച്ച് ഇവിടെ സുവിശേഷീകരണം നടത്തി ദൈവസഭയോടെ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ 2 പക്ഷം ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു വിടാം. പക്ഷെ നമുക്ക് 2 പക്ഷവും ഇല്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇവിടെ 2 പേരാണെങ്കിലും ഒരാളെങ്കിലും അവരുടെ ക്യാരക്ടറെ കുറിച്ച് ഒരു ഡൗട്ടുമില്ല. അവർ ഫലം പുറപ്പെടുവിച്ചിരുന്നു. സീസണിലും ഔട്ട് ഓഫ് സീസണിലും അവർ അപ്പോസ്തലന് ഫലം അനുഗ്രഹമായിരുന്നു. അവർ ആശ്വാസമായിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ആശ്വാസമായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഈ എപ്പഫ്രാസ് ആണ്, ഇദ്ദേഹം അങ്ങനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിചാരണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റോമയിൽ. കൈസറുടെ മുമ്പിൽ താൻ വിചാരണയ്ക്കായി തന്നെ സറണ്ടർ ചെയ്തതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പഫ്രോസും തന്റെ ശുശ്രൂഷ നിർവഹിച്ചു വരും. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമയിൽ തന്റെ സഹ തടവുകാരനായി കടന്നു. അങ്ങനെ വന്നപ്പോൾ എപ്പഫ്രോസിലൂടെയാണ് ഈ കൊലോസ്യ സഭയിലെ ഗുണങ്ങളും ദോഷങ്ങളും അറിയുന്നത്. കൊലോസ്യ സഭ എങ്ങനെ വിശ്വാസത്തിൽ സ്ഥിരതയോടിരിക്കുന്നു, അവിടെയുള്ളവരുടെ പ്രാർത്ഥന, അവിടെയുള്ളവരുടെ സമർപ്പണം, വിശ്വാസം, തീഷ്ണത, അവരെ കുറിച്ച് എന്താ അവിടെ പറയുന്നു, ഞങ്ങളുടെ പ്രിയ സഹോദരൻ എപ്പഫ്രോസിനോട് പഠിച്ചു, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശുദ്ധ ശുശ്രൂഷനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. നിങ്ങളെ കുറിച്ച് അന്ന് ചെവിയിൽ വന്നിട്ട് അവരങ്ങനെ ഇവരിങ്ങനെ എന്ന് പറഞ്ഞ നല്ല അർത്ഥം. എപ്പഫ്രോസ് ദൈവസഭയുടെ യഥാർത്ഥമായ അവസ്ഥകൾ വളരെ ജെന്യുവനായി വളരെ വിശ്വസ്തയോടെ അപ്പോസ്തലനായ പൗലോസിനോട് പങ്കുവെക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലോസ്യ ലേഖനം എഴുതപ്പെടുന്നത്. ഇത് ഇൻട്രൊഡക്ഷൻ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു. ഈ വ്യക്തികൾ ഒന്നാണോ രണ്ടാണോ ആ കൺഫ്യൂഷൻ ഞാൻ ആദ്യം എടുത്തിട്ടില്ല. അന്ന് പറയണോന്ന് ഞാനൊന്ന് ചർച്ച ചെയ്തിരുന്നു. പിന്നോട്ട് അത് അവിടെ പറയണ്ട. പക്ഷെ കൊലോസ്യ ലേഖനം പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതിയാണ് ഞാൻ ആ വ്യക്തികളെ കുറിച്ച് 2 ആണോ 1 ആണോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറയാം, എപ്പഫ്രോസ് എന്ന ഈ സുവിശേഷകൻ ശക്തമായ ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ട് സഹ തടവുകാരനായ പൗലോസിനോടൊപ്പം കടന്നു വരികയും അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൽ നിന്ന് സഭയുടെ താൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചർച്ചാണ് കൊലോസ്യൻ ചർച്ച്. ആ ചർച്ച് എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ മതിപ്പുള്ളവരായിരുന്നു. അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അപ്പോസ്തലന്റെ ഹൃദയ വാഞ്ച ഏറിയിട്ട് അവരോടുള്ള ആത്മാവിലുള്ള ആ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ അവരെ കമന്റ് ചെയ്ത് ചർച്ചിനെ ബലപ്പെടുത്തി തന്നെ മുന്നോട്ട് പോയിട്ട് എവിടെ തൊടുകയാണ്? ചർച്ചിനെ സ്വാധീനിച്ചിരിക്കുന്ന ദുസ്വാധീനങ്ങളെ അതെ തൊട്ട് സംസാരിച്ച് ആ ദുരുപദേശങ്ങളെ ചെറുത്ത് വെക്കുവാൻ അവരെ സജ്ജരാക്കും. ഇത് ലഭിച്ചത് ആരിലൂടെയാ? ഈ വിവരങ്ങൾ യുക്തമായി സത്യമായി നേരായി. ഒരു കാര്യം എനിക്കിവിടെ പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നത് എന്നറിയോ? അതിതാണ്, തിഹിക്കോസിനെ ഒനോസിമോസിനെ അയക്കുമ്പോൾ 9-ാം വാക്യത്തിന്റെ അവസാനം എന്റെ വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു, ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പൊ അപ്പോസ്തലന്റെ കൂട്ടുവേലക്കാരുടെ പ്രത്യേകം നോക്കിക്കേ, എന്റെ അടുത്ത് നിന്ന് തിഹിക്കോസും ഒനോസിമോസും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഇവിടുത്തെ അവസ്ഥകളെല്ലാം വാസ്തവമായി നിങ്ങളോട്. ഇതുപോലെ എന്ത് സംഭവിച്ചു? എപ്പഫ്രാസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിങ്ങളുടെ അവസ്ഥ ഉള്ള പോലെ എന്നോട് ഈ ലേഖനം രചിക്കപ്പെടാൻ എഴുതപ്പെടാനുള്ള കാര്യം സത്യസന്ധമായ കൂട്ടുവേലക്കാരുടെ ആത്മാർത്ഥതയാണ്. ഇന്ന് പലപ്പോഴും അടിയും വഴക്കും, അതായത് ഒരാളുടെ നല്ല കാര്യം പറയത്തില്ല, ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു സഭയെ കുറിച്ച്, കൊലോസ്യ സഭയെ കുറിച്ച് അപ്പോസ്തലന്റെ സഹഭൃത്യനായ സഹശുശ്രൂഷകനായ എപ്പഫ്രോസ് എങ്ങനെയാ സംസാരിച്ചെന്നറിയാമോ? അത് വാസ്തവമായും ആ സഭയുടെ ആ യഥാർത്ഥമായ ആത്മീയ അവസ്ഥയും അവരുടെ ജീവിതത്തിൽ അവർ എത്രത്തോളം എരിവുള്ളവരാണെന്നും തീഷ്ണതയുള്ളവരാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും പ്രയോജനമുള്ളവരാണെന്നും പറഞ്ഞിട്ട് അപ്പോസ്തലൻ ഹൃദയം തണുപ്പിച്ചിട്ട് ആശ്വാസമായി തീർന്നിട്ടാണ് പറയുന്നത്. എന്നാൽ അവിടെ
പാഠം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല സഹോദര. അപ്പോസ്തലനോട് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ടു, ചില കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കൊടുക്കണം, ചില കാര്യങ്ങൾക്ക് അവർക്ക് തിരുത്തൽ ആവശ്യമാ, ചില കാര്യങ്ങൾക്ക് അവർക്ക് കത്ത് ആവശ്യമാ, തർജ്ജനകൾ ആവശ്യമാ, ഉപദേശങ്ങൾ ആവശ്യമാ. അതിന്റെ വസ്തുത ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ, ആരാണ് ഈ ആശ്വാസമാകുന്നത്? ആരാണ് ഈ സത്യവേലക്കാർ? ഉള്ള അവസ്ഥയെ ഉള്ളതുപോലെ അറിയിക്കാൻ പ്രാപ്തരാകുന്നവർക്ക് സത്യവേലക്കാരായി ആശ്വാസമായി നിലനിൽക്കാൻ കഴിയും. ഞാൻ പലരിലും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഒരാളുടെ കുറ്റം കണ്ടാൽ അത് വേഗത്തിൽ പറയാൻ എന്തൊരു മിടുക്ക. പക്ഷെ അതേ വ്യക്തിയുടെ ഗുണഗണങ്ങളൊന്നും പറയത്തില്ല. ഒരാളുടെ കയ്യിൽ ഒരു വീഴ്ച വന്നാൽ അതിനെ പെരുപ്പിച്ചിട്ട് അതുവരെ നമ്മൾ ആ വ്യക്തിയെ ഇനി സ്നേഹിക്കാനേ ഒരു യോഗ്യരല്ലെന്നാക്കി അതിനെ ഒരു വലിയ കാര്യമായി പെരുപ്പിക്കും. പക്ഷെ അതുവരെ ആ വ്യക്തി ചെയ്ത ഗുണങ്ങളോ നന്മയോ വിശ്വസ്തതയ്ക്കോ ഒരു വാല്യൂ ഇല്ലാതാക്കിക്കൊണ്ട് പലപ്പോഴും പലരും പലതും കൈമാറാറുണ്ട്. ആ സ്വഭാവം സത്യവേലക്കാർക്ക് ചേർന്നതല്ല. അങ്ങനെയുള്ളവർക്ക് ആശ്വാസമായി തീരാൻ കഴിയത്തില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരായിരിക്കും അവര്. അപ്പോസ്തലനെ സംബന്ധിച്ച് സഭ പിണങ്ങേണ്ട കാര്യമില്ല. എന്റെ മക്കളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. സഭ പിണങ്ങേണ്ട കാര്യമില്ല. കാരണം എപ്പഫ്രോസ്, അതെ, എപ്പഫ്രോസിന്റെ എന്താണെന്നറിയോ, ഇതിന്റെ ഒരു ഗുണം ഞാൻ പറയാം, ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, അത് പറഞ്ഞങ്ങ് നിർത്താം. ഈ ആർക്കെ ഇത് പറ്റത്തുള്ളെന്നറിയാമോ? ഒരു വ്യക്തിയുടെ നേരും, ഒരു സഭയുടെ നേരും, ഒരു ശുശ്രൂഷയുടെ നേരും യഥാർത്ഥമായ അവസ്ഥയെ പങ്കുവെച്ച്, എന്നാൽ അവർ നേരിടുന്ന ചില ചില ഡേഞ്ചറുകൾ, ചില വാണിങ്ങുകൾ കൊടുക്കേണ്ടത്, അവർ നേരിടുന്ന ചില മേഖലകളിൽ തിരുത്തൽ വേണ്ടത് സുബോധത്തോടെ നിർമ്മല മനസാക്ഷിയോടെ പറയാൻ ആർക്കേ പറ്റത്തുള്ളൂ? ഒന്ന് വായിച്ചിട്ട് അങ്ങ് നിർത്തിയേക്കാം. ആർക്കേ പറ്റത്തുള്ളെന്ന് അറിയാമോ? അവരെ കുറിച്ചാണ് ആ ക്വാളിറ്റി ശ്രദ്ധിച്ചാൽ മതി. 4:12 നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾ ദൈവഹിതത്തെ പറ്റി പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടതിന് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അത്യന്തം ജാഗ്രതയോടുകൂടെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഒരു വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഒരു സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നവർക്ക് സത്യമായി കാര്യങ്ങൾ കൈമാറാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം അവസരം നോക്കിയിരിക്കുക. അന്ന് എന്നെ വേദനിപ്പിച്ചു, ഒരവസരം കിട്ടിയ ഞാനും വേദനിപ്പിക്കും. അന്ന് എന്റെ കുറ്റം പറഞ്ഞു, ഒരവസരം കിട്ടിയ ഞാനും കുറ്റം പറയും. ചിന്തിച്ചോണം. എപ്പഫ്രോസിന് എന്തുകൊണ്ട് എപ്പഫ്രോസിന് കൊലോസ്യ സഭയെ ഹൃദയത്തിൽ വഹിച്ച മനുഷ്യനായതുകൊണ്ടാ അവരുടെ ഗുണങ്ങളും അവർ നേരിടുന്ന ആ ആത്മീക വെല്ലുവിളികളെ കൈകാര്യം ചെയ്തേ പറ്റൂ. അപ്പോസ്തലൻ മിണ്ടരുത്. അങ്ങ് ഇവിടുന്ന് കത്ത് എഴുതി കൊടുത്തുവിട്ട് അവര് പറയും, ഇതാ എങ്ങനെ അറിഞ്ഞു? ഇന്ന് പലരും തിരുത്തപ്പെടാത്തതിന്റെ പ്രശ്നമാണല്ലോ. എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? വേണ്ട, തിരുത്തപ്പെടണ്ട. നശിക്ക് പോയി. ഒന്നും തിരുത്തപ്പെടണ്ട, ഒന്നും ആരും അറിയണ്ട. ഒടുവിൽ കുഴി വീണിട്ട് അയ്യം വിളിക്കാനോ? അപ്പോസ്തലൻ കൊരിന്ത്യരെ എഴുതി തുറന്നു പറയുന്നില്ലേ, എനിക്ക് അറിവ് കിട്ടി. ആരുടെ പേര് അവിടെ പറയുന്നേ? ഞാൻ പേരങ്ങ് മറന്നുപോയി. കൊരിന്ത്യ സഭയിലെ പറഞ്ഞ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, അസൂയയുണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്ന സഹോദരനാൽ അറിവ് കിട്ടി. അങ്ങനെ കാണുമെന്ന് പറഞ്ഞു പോയാൽ തീർന്നു. ഇവര് മാത്രമേ ഉള്ളൂ നല്ലവര്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കൊള്ളരുതാത്തവര്. പിന്നെ എല്ലാം ചിന്തിക്കുന്നത് ജഡീകമായിട്ടാണ്. ജഡീകമായി ഒരു നാച്ചുറൽ മാൻ ചിന്തിക്കുന്ന പോലെ. ഒരു സ്പിരിച്വൽ മാൻ ഒരിക്കലും അങ്ങനല്ല. അപ്പൊ തുറന്നല്ലേ ആ പേര് എഴുതിയേ? തുറന്നെഴുതിയ പേര് ക്ലോവൈഡ് അല്ലേ? അതൊരു സഹോദരിയാന്നാ ജോപാസ് പ്രസംഗിച്ചവൻ പറഞ്ഞേ. നമ്മള് സഹോദരനാന്ന് ഓർത്തെ. ഞാൻ ജോപാസിന്റെ ഒരു പ്രസംഗം കേട്ടപ്പോ അതിനകത്ത് ക്ലോവ ഒരു സഹോദരിയാന്നാണ്. അദ്ദേഹം ഈ ന്യൂ കവനന്റിന്റെ ഒരു വലിയ ബൈബിൾ സ്കോളർ ആണല്ലോ. ക്ലോവ ഒരു സഹോദരിയാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. നമ്മള് ക്ലോവ ഒരു സഹോദരനാണെന്ന്. ആളുകൾ എനിക്ക് അറിവ് കിട്ടി.
എന്റെ പ്രിയരെ, എപ്പഫ്രോസ് എന്ന മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസിന്റെ സഹശുശ്രൂഷകനും സുവിശേഷകനും കൊലോസ്യയിലും ഹൈറപ്പൊലീസിലും ലവോദിക്കയിലും സഭ സ്ഥാപിക്കുവാൻ മുന്നിട്ടിറങ്ങിയ മനുഷ്യൻ, കൊലോസ്യയിൽ നിന്നുള്ള മനുഷ്യനാണ് അദ്ദേഹം. അവരുടെ വിശ്വാസത്തിനു വേണ്ടി എന്താ പറയണ്ടേ, ആ ഹൃദയത്തിൽ അവരെ നിരന്തരം അവർക്ക് വേണ്ടി ജാഗരിച്ച മനുഷ്യൻ, സഹോദരങ്ങളെ സ്നേഹിച്ച മനുഷ്യൻ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക, സമയം ഇവിടെ അവസാനിച്ചു. നമ്മുടെ ചിന്തകളെ ഒന്നും കൂടെ ഒന്ന് പുതുക്കിയെടുക്കാൻ ഈ സമയം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോഴും നാച്ചുറൽ മാനെ പോലാണോ എല്ലാത്തിനും പ്രതികരിക്കുന്നത്? നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്നവർ, അവർ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ നമ്മളെ തിരുത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇടറുന്നവരാണോ? നമ്മൾ പറയാറില്ലേ, ചോറ് കൊടുത്താൽ മാത്രം പോലെ ചൊല്ലും കൊടുക്കണം. അതായത് ചോറ് കൊടുക്കുന്നതിന് ചൊല്ലു കൊടുക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞ പോലെ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറ്റം കണ്ടുപിടിക്കുകയല്ല, കുറവുണ്ടില്ല. യഥാർത്ഥമായി നമ്മുടെ സഹോദരങ്ങളെ ഹൃദയത്തിൽ വഹിച്ച്, സഭയെ ഹൃദയത്തിൽ വഹിച്ച്, ശുശ്രൂഷയെ ഹൃദയത്തിൽ വഹിച്ച് നിരന്തരം ജാഗരിക്കുന്നവർക്ക് ഒരു കാര്യം പറയേണ്ടവെന്നാൽ ധൈര്യത്തോടെ പറയണം. കാരണം അവിടെ നിങ്ങൾക്കും എനിക്കും ബോധ്യം ഉണ്ടായിരിക്കണം, ഇതെന്റെ സഹോദരനെതിരെയോ സഹോദരിക്കെതിരെയോ ശുശ്രൂഷക്കെതിരെയോ സഭയ്ക്കെതിരെയോ ഞാൻ നിൽക്കുകയല്ല. പിന്നെയോ അവർക്കൊരു ദോഷവും സംഭവിക്കാതിരിപ്പാൻ കൊലോസ്യ ദേശത്ത് സത്യസുവിശേഷത്തിന്റെ ഫലമായി പുറപ്പെട്ടു വന്ന ആ കൊലോസ്യയിലെ വേർപെട്ട ദൈവസഭ ദുരുപദേഷ്ടന്മാരുടെ പിടിയിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നുള്ള പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയഭാരമായിരുന്നു അത്. പ്രിയരെ, കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിപ്പാനായി നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ ആ ജഡിക ചിന്താഗതികളെ അതിജീവിപ്പാൻ നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇമോഷണൽ ലെവലിനെയും കൂടെ അതിജീവിക്കുന്ന, നമ്മുടെ നാച്ചുറൽ ആ ഫീലിങ്സിനെ അതിജീവിക്കുന്ന, ജഡിക സ്വഭാവങ്ങളെ അതിജീവിക്കുന്ന ഒരു ആത്മീക പക്വതയിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് കടന്നു വന്നത് അല്പം താമസിച്ചാണെങ്കിലും അനവധി കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടു. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എന്നെ നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർ പറയുമോ, വാട്ട് എ കംഫോർട്ട് ദേ ഹാവ് ബീൻ എന്നൊരു വലിയ പരാമർശം, ഒരു വലിയ കമന്റേഷൻ അപ്പോസ്തലനായ പൗലോസിന് തന്റെ സഹശുശ്രൂഷയെ കുറിച്ചുള്ള പോലെ എന്നെ നോക്കിയിട്ട് എന്തൊരാശ്വാസമാണ് അവൻ എനിക്ക് അവർ എനിക്ക് എന്തൊരാശ്വാസമാണെന്ന് പറയുന്ന ഒരു പദവിയിലാണോ നാം നിൽക്കുന്നേ? പലരും വലിയ ആളാകാൻ ശ്രമിക്കുക, പലരും ഒന്നും കൊണ്ട് തൃപ്തിയാകുന്നില്ല, പലരും ഓടുക. പക്ഷെ ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നത്, കർത്താവ് നമ്മളോട് ഇടപെടുന്നത്, ഇന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം അങ്ങനായി തീരുവാൻ കഴിയുന്നെങ്കിൽ ഓർത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലം പുറപ്പെടുവിച്ച് നാം ജീവിക്കുന്നേ, നാം പ്രയോജനമുള്ളവരാ. ആരെല്ലാം നമ്മളെ എങ്ങനെയൊക്കെ വിധി എഴുതിയാലും അഭിമാനത്തോടെ പറയണം, എന്റെ ദൈവം എന്നെ സമയത്തും അസമയത്തും പ്രയോജനപ്പെടുത്തും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനൊരു ആശ്വാസമാണ്. അതിനുവേണ്ടി ഞാൻ സാരമില്ല പോട്ട് പ്രാർത്ഥിക്കാമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞാനൊരു ആശ്വാസമാണ്. കാരണം ഞാൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സത്യസന്ധമായി മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഞാൻ തീ കോരിയിടുന്ന ഒരു വ്യക്തി അല്ല. ഞാൻ കുറ്റം പറയാൻ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തി അല്ല. എനിക്ക് ഗുണങ്ങൾ പറയാനറിയാം. എന്നാൽ ഒരു പാളിച്ച വരുന്നെങ്കിൽ അത് കുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഒരു തിരുത്തൽ, ഒരു തർജ്ജനം, ഒരു ഉപദേശം ആവശ്യമാ വരുന്ന സമയത്ത് ഞാനത് സത്യസന്ധമായി പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയാനുള്ള ആത്മഭാരം എനിക്കുണ്ട്. കാരണം ഞാൻ അവർക്ക് വേണ്ടി നിരന്തരം ജാഗരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാനൊരു ആശ്വാസമാ. എന്നെ ഒരു കാര്യത്തിന് അയക്കാൻ കൊള്ളാം. കാരണം ഞാൻ ഉള്ളതുപോലെ പറയും. എനിക്കൊരിടത്തുനിന്ന് വന്ന് പറയാൻ കഴിയും. കാരണം ഞാൻ കൊലോസ്യ സഭയെ കുറിച്ച് എപ്പഫ്രോസ് പറയുമ്പോൾ പറയേണ്ടതാണ് പറയുന്നത്. തിഹിക്കോസും അനോസിമോസും ചെന്ന് പറയുമ്പോൾ റോമയിലെ ഉള്ള അവസ്ഥയാണ് അറിയിക്കുന്നത്. പ്രിയരെ, ഇന്ന് രാത്രി നമ്മുടെ സ്ഥാനങ്ങളെ ഒന്നുകൂടെ പരിശോധിക്കാം. ഇവിടെ ആരെയും വിധിക്കുന്നില്ല. നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ലല്ലോ. നമ്മുടെ ടെൻഡൻസി എന്തവാ, നമ്മുടെ മനസ്സെന്തവാ, നമ്മുടെ ചിന്തകൾ എന്തവാ? അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അവർക്ക് കാര്യങ്ങളെ ഓർമ്മ വെച്ച് തിരിച്ചടിക്കുന്ന ക്യാരക്ടറാണോ നമുക്കുള്ളത്? അതോ ഒരാൾ വീഴുന്നു എന്ന് കാണുമ്പോൾ, ആ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ, അവരെ ചിലർ ദുസ്വാധീനത്താൽ പിടിക്കുന്നു എന്ന് കാണുമ്പോൾ മൗനമായിരുന്ന ഞാൻ നല്ലതാകാൻ ശ്രമിക്കുകയാണോ? അതോ വാസ്തവമായി എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അത് വേണ്ടും വണ്ണം ജഡീക രീതിയിലല്ല, ആത്മീകമായി ഇതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്കതിനായി നമ്മളെ സമർപ്പിക്കാം.
നമുക്കൊരു കംഫർട്ടായി തീരാം. ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞത് ഇവിടെ. ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം കൊണ്ട് ആശ്വാസമായി തീരുന്ന ആശ്വാസകന്മാർ. വചനമെടുത്ത് ആശ്വസിപ്പിക്കുന്ന വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞത്. അനുസരിച്ച് സത്യസന്ധതയോടെ സഹശുശ്രൂഷകരായി കൂടെ നിന്ന് ആശ്വാസമായി തീരുന്ന സഹശുശ്രൂഷകരുടെ കമന്റേഷനാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും വലിയൊരു സന്ദേശമുണ്ട്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാണ്.